ഈ പഠിച്ചതൊക്കെ ഓർത്ത് വയ്ക്കാനുള്ള നല്ലൊരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ്. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം നമ്മൾ വായിച്ച് വയ്ക്കുക. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് കെമിസ്ട്രിയുടെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ അതിലെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം ബോൾഡ് ലെറ്ററിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് എഴുതുക. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഒറ്റ വാക്കിൽ ബുള്ളറ്റിനിട്ട് എഴുതുക. ചേഞ്ച് ഇൻ കളർ, അതുപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പലതായിട്ട്. കോമ്പിനേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രസിപ്പിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിവിഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ട്രീ ഡയഗ്രാം പോലെ വൃത്തിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുക. ഇതൊരു ലോങ് ഷീറ്റ് ഓഫ് പേപ്പറിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ കോമ്പിനേഷൻ്റെ താഴെ ഇപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് എഴുതുക. അതുപോലെ ഡീകമ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, സെൻറ്റൻസ് ഒന്നും എഴുതി വയ്ക്കരുത്, ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം. അപ്പോൾ എഴുതുമ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കോപ്പർ സൾഫേറ്റ് എഴുതണമെങ്കിൽ അത് ബ്ലൂ കളർ സ്കെച്ച് പെൻ കൊണ്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്കറിയാം കോപ്പർ സൾഫേറ്റിൻ്റെ കളർ അതാണ്. അതുപോലെ തന്നെ ഹെപ്റ്റാഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് എഴുതുമ്പോൾ പെയിൽ ഗ്രീൻ കളർ സ്കെച്ച് പെൻ കൊണ്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ കോൺഫിഡൻറ്റോടുകൂടി ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, വളരെ ഈസി ആയിട്ട് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെയല്ല ഇത് നല്ലൊരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ മൈൻഡ് മാപ്പിംഗ് ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.